ഹലോ. ഇപ്പം ഇന്നത്തെ നമ്മുടെ പരിപാടി ഒരു പൊതിച്ചോറ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് അമ്മ ഫസ്റ്റ് പൊട്ടാറ്റോസും സ്നേക്ക് ഗോഡ്സും അരിഞ്ഞോണ്ടിരിക്കുക. മീൻസ് നമ്മുടെ പടവലങ്ങയും ഉരുളക്കിഴങ്ങും അത് അരിഞ്ഞോണ്ടിരിക്കുക എന്നാണ് ഉദ്ദേശിക്കണേ. അത് ഞാൻ കുറച്ചൊരു സ്റ്റാൻഡേർഡ് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞെന്നുള്ളൂ. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ കുറേ ശബ്ദം കേൾക്കും. ഇത് മെഴുക്കുവരട്ടി ഉണ്ടാക്കാനാണ്. ഇതിങ്ങനെ കുഞ്ഞു കുഞ്ഞു ചോപ്പ് ചെയ്തെടുക്കുക. പൊട്ടാറ്റോസും ഇതേപോലെ തന്നെ ചോപ്പ് ചെയ്തെടുക്കുക. അതിൻ്റെ ഒപ്പം നമ്മുടെ ഉള്ളി, സവോള, അനിയൻ അതും കൂടി ചോപ്പ് ചെയ്ത്, പിന്നെ ഒരു ചീനച്ചട്ടി എടുത്തിട്ട് എണ്ണ ഒഴിക്കുക. സവോളയും പിന്നെ വറ്റൽ മുളകിൻ്റെ തരി അതും, ക്രഷ്ഡ് ചില്ലിയില്ലേ അതും, ഉരുളക്കിഴങ്ങ്, പടവലങ്ങ, ഇതൊക്കെ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് സെറ്റാക്കി എടുക്കുക. അങ്ങോട്ട് നല്ലോണം വേവണം കേട്ടോ, എന്നിട്ട് നമ്മളെടുത്ത് കഴിക്കാൻ പാടുള്ളൂ. അപ്പം വേവണ വരെ നമ്മൾ എന്ത് ചെയ്യണം, അത് സെറ്റാകാൻ വയ്ക്കണം. ഓക്കെ. അപ്പം ഇതിൻ്റെ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ചമ്മന്തിയിലോട്ടാണ് കടന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്തു, മാങ്ങ എടുത്തു. ദെൻ അത് കുഞ്ഞു കുഞ്ഞായിട്ടല്ല, ചെറിയതായിട്ട് ഒരു ഇത്തിരി വലുതായിട്ട്, പിന്നെ ഉള്ളി, പിന്നെ ഈ പറഞ്ഞ പോലെ ക്രഷ്ഡ് ചില്ലി, ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് അതും അവിടെ സെറ്റാക്കി സൈഡിൽ. അച്ഛനെ വിട്ടേക്കുമായിരുന്നു കടയിൽ. അച്ഛൻ കടയിൽ നിന്ന് മീൻ വാങ്ങിച്ചു വന്നത് ചെമ്മീനും കരിമീനും കൂടിയാണ് വാങ്ങിച്ചുകൊണ്ട് വന്നത്. ആൻഡ് അതൊക്കെ അമ്മ ആക്ച്വലി നന്നാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കടയിൽ നിന്ന് തന്നെ. അതൊക്കെ അമ്മ ഒന്ന് വാഷ് ചെയ്തെടുത്തു. എൻ്റെ അനിയൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചെമ്മീനും കരിമീനും വാങ്ങിച്ചു എന്നാണ്. ഇനി ഞാൻ അവനോട് ചോദിക്കണ ക്വസ്റ്റ്യൻ, എങ്ങനെയാണ് ചെമ്മീൻ ഇരിക്കണേ? ഇതാണ് കാണിക്കുന്നത്. പക്ഷെ ആദ്യം ക്യാമറയെ കണ്ടില്ലാത്തത് കൊണ്ട് ഞാൻ ഒന്നുകൂടി കാണിക്കാൻ പറഞ്ഞിട്ടാണ് ഇത് 5-6 പ്രാവശ്യം കാണിക്കുന്നത്. പിന്നെ കരിമീൻ എങ്ങനെയാണെന്ന് ചോദിച്ചു. അതാണ് ഇപ്പോഴത്തെ പൊസിഷൻ കാണിച്ചത്. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? നെക്സ്റ്റ് കരിമീനാണ്. ഇതും നന്നാക്കിയിട്ടാണ് കൊണ്ടുവന്നത്. പിന്നെ ജസ്റ്റ് അതൊന്ന് കട്ട് ചെയ്തല്ല, അങ്ങനെ തന്നെ വെച്ചതെന്ന് തോന്നുന്നു. ഒന്ന് ക്ലീൻ ആക്കി ജസ്റ്റ്. പിന്നെ നമ്മളൊന്ന് ചിരിക്കാൻ പറഞ്ഞപ്പോൾ ചിരിച്ചു കാണിച്ചതാണ്. അപ്പോൾ ചെമ്മീൻ കൂട്ടാൻ റെഡിയായി ഉണ്ടായിരുന്നു, പക്ഷെ അരപ്പൊന്നും സെറ്റായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അരപ്പൊക്കെ സെറ്റാക്കി. ഇത് കരിമീനാണ്. കരിമീൻ എന്താ മസാല പുരട്ടി വെച്ചേക്കാണ്. ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി അതൊക്കെ ഇട്ടിട്ട്, കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് സെറ്റാക്കി വെച്ചുള്ളൂ. ഇത് ഞാൻ പൊള്ളിച്ചത് എന്താ എടുക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വേറൊരു വീഡിയോയിൽ ഞാൻ പൊള്ളിച്ചത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ അത് പോയി കാണുക. ആൻഡ് നെക്സ്റ്റ് നമ്മൾ വാഴയില നല്ല രീതിക്ക് വാട്ടിയിട്ട്, ബാക്കിൽ ഡിസ്റ്റർബൻസ് ഉണ്ട് ഗൈസ്, എന്നോട് ക്ഷമിക്കുക. അനിയനിപ്പോൾ സ്കൂളിലിട്ട് വന്നിട്ടുള്ളൂ. അതിൻ്റെ ഒരു കോലാഹലങ്ങളാണ് കാണുന്നത്. അപ്പോൾ സംഭവങ്ങളൊക്കെ നമ്മൾ നിരത്തി ഒരു മുട്ട ഓംലേറ്റും കൂടി ഉണ്ടാക്കിയിട്ട് പൊതിഞ്ഞ് അങ്ങനെ വെച്ചു. അത് സെറ്റായി. ഈ നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ചാൽ ആ പൊതി തുറന്ന് അങ്ങോട്ട് കഴിക്കുക. അതാണ് നമ്മുടെ അടുത്ത പരിപാടി. ഇതെന്താ ഈ വീഡിയോ ഇങ്ങനെ ഇടയ്ക്ക് സ്റ്റക്ക് ആവണമെന്ന് വെച്ചാൽ അതിന് എനിക്കൊരു മറുപടി ഇല്ല. ഐ ഡോണ്ട് നോ വൈ. ഓക്കെ. അപ്പോൾ നമ്മൾ കരിമീൻ്റെ പൊള്ളിച്ചതിൻ്റെ പൊതി അങ്ങോട്ട് തുറന്നപ്പോൾ വന്ന മണം എനിക്കിപ്പോഴും നാക്കിന്ന് വെള്ളം വരെ. അത് ഞങ്ങൾ ഞായറാഴ്ച ഉണ്ടാക്കിയ തോന്നുന്നുണ്ട്. അപ്പം തുടങ്ങി ഇപ്പോഴാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. ഇതിങ്ങനെ കാണുമ്പോഴേ വായന്ന് വെള്ളം വരുന്നുണ്ട്. ഇതായിരുന്നു എൻ്റെ പൊതിച്ചോറ്. തുറന്നു കഴിച്ചു. അപ്പോൾ നിങ്ങളും ഈ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പം അത്രയുള്ളൂ.